43, 44, 45, 46, 47, 48. ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ, നിഴലായി നിലാവിൽ മാറിൽ വീഴാൻ. ഒറ്റ മിനിറ്റിൽ 60 ഉഴുന്നുവട വരെ ഉണ്ടാക്കുന്നൊരു വ്യക്തി. കോട്ടയം മുണ്ടക്കയം സ്വദേശിയാണ്. നൗഷാദ് വാവച്ചൻ എന്നാണ് പേര്. അത് 70ലേക്ക് എത്തിച്ചതിന് ശേഷം ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഉപജീവന മാർഗമാണ്, പക്ഷേ അതിൽ എങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കാം എന്നുള്ളതാണ് താങ്കൾ ശ്രമിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും ഇതായിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ ഒരു കോട്ടുണ്ടായിരുന്നു, മഹാത്മജിയുടെ ഒരു കോട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളൊരു തൂപ്പുകാരനാകുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച തൂപ്പുകാരനാകുക എന്നുള്ള കോട്ട്, അതെന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ വടയിൽ ഏറ്റവും മികച്ച ഉഴുന്നോടെ ഉണ്ടാക്കുന്ന ഒരാൾ ഞാനാകണമെന്ന് ആഗ്രഹിക്കുകയും അതെനിക്കൊരു ഇൻസ്പയർ ഉണ്ടാവുകയും അതിലൂടെ ഞാൻ ശരിക്കും ഇതിലേക്ക് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ വരികയും ചെയ്തു. ഞാൻ വളരെ വേഗത്തിൽ വട ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ മുഹമ്മദ് സാലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇവിടുത്തെ ഒരു വില്ലേജ് ഓഫീസറായിരുന്നു, അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആണിത് വാവച്ചന് ഇങ്ങനെയൊരു സാധ്യത കിടപ്പുണ്ട് എന്ന് എന്നെ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കിയപ്പോഴത്തേന് ശരാശരി 50 വടയോളം ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 1 മിനിറ്റിൽ നോക്കിയപ്പം. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കിയപ്പോഴത്തേന് അത് 60ലേക്ക് എത്തി. ഇപ്പം 50നും 55നും 60നും ഇടയ്ക്കാണ് നമ്മളിപ്പം ചെയ്യുന്നത്. 62, 63 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 70ലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചാലഞ്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് ഈ വേൾഡ് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ളൊരു ഭാഗമായിട്ട് ഞാനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാലോ? 1 മിനിറ്റിൽ എത്ര വട ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചാലോ? തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടിട്ട് വരാം. മോനെ ഒന്ന് കൗണ്ട് ചെയ്തോണേ സമയം. റെഡിയല്ലേ? 1 മിനിറ്റിൽ 60 വരെയാണ് ഇദ്ദേഹം ഉഴുന്നുവടകൾ ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും തുടങ്ങുവാണ്. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54. ടൈം 1 മിനിറ്റ് കറക്റ്റ് ആയിരിക്കുകയാണ്. 54 ഉഴുന്നുവട വരെയാണ് അദ്ദേഹം 1 മിനിറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, സാധാരണ എത്ര വരെ പോകും? 60 വരെയൊക്കെ പോകും. അതെ, 60. ഇപ്പോൾ 2 ചട്ടി ആയതുകൊണ്ട് നമ്മൾ കൈ മാറുകയും പിന്നെ ഇത്രയും ലോങ്ങിലേക്ക് നമ്മൾ പോവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. പ്രിപ്പറേഷൻ കൃത്യമായിട്ടാണെങ്കിൽ വളരെ എണ്ണ ചട്ടിയിലൊക്കെ വരുമ്പോഴത്തേന് 60ന് മേളിൽ പോകാനാണ് സാധ്യത. നമ്മൾ ഇവിടുന്ന് ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓവർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതും കൂടെ ഇപ്പോൾ മറികടക്കണ്ടേ. അപ്പം നമ്മളൊരു ചാലഞ്ചിന് വേണ്ടി നിൽക്കുമ്പോൾ ഉള്ള ഒരു സംഭവം അല്ലല്ലോ ഇതിപ്പോൾ. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നൊരു ഇതാണ്. ഇത് ചാലഞ്ചായിട്ട് വരുമ്പോഴത്തേന് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യും. ഒരു 70 എണ്ണം വരെ എത്തിക്കാനാണ്, മിനിറ്റിൽ 70 ഉഴുന്നോടെ ഉണ്ടാക്കാനാണ് താങ്കളുടെ ശ്രമം. 70 എണ്ണം വരെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് എത്ര വർഷമായി? ആക്ച്വലി ഞാനൊരു 30 വർഷക്കാലമായെന്ന് വേണേൽ പറയാം. അതായത് 18ാമത്തെ വയസ്സിലാണ് പഠനം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് ശേഷം ഞാൻ അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിരുന്നു. ആ സമയത്തോടു കൂടി തന്നെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേഖല വിദേശത്തേക്ക് വിപണിയിലേക്ക് ഞാൻ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒമാനിൽ മസ്കറ്റിൽ ഇപ്പോൾ മിസ്റ്റി മൗണ്ടൻ ബിസിനസ് എന്ന പേരിൽ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ജനുവരിയിലേക്ക് നമ്മൾ വെച്ചിരിക്കുകയാണ്. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലായിരിക്കും. ഇതേ സെയിം ബിസിനസ് തന്നെ അവിടെ. അപ്പോൾ വടയിൽ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വടയാണ് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. താങ്കൾ ഇതിന് പുറമെ ഈ ചെയ്യുന്ന ഈ ഒരു ജോലിക്ക് പുറമെ അതിൽ താങ്കൾ റെക്കോർഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതിന് പുറമെ നല്ലൊരു കവിയും ഗായകനുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം താങ്കളുടെ ഒരു കവിത ഒന്ന് ചൊല്ലാമോ?
തീർച്ചയായിട്ടും എൻ്റെ ഗുരുക്കന്മാർക്ക് ഞാൻ മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ലോകത്തുള്ള മാറ്റത്തെക്കുറിച്ച് നമുക്കറിയാം, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു. ആ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള പഠനങ്ങൾ നടക്കുന്നു. അപ്പോൾ മനസ്സിൻ്റെ ശാസ്ത്രം, മനുഷ്യൻ എങ്ങനെയാണ് ഇതെല്ലാം സ്വീകരിച്ച് വരുന്നതെന്ന് അറിയാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ഗുരുക്കന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തൊരു ഗാനം അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മാറ്റമാകുന്ന മാന്ത്രിക ചെപ്പിലേ മണിമുത്തു പോലുള്ള നിന്നധരത്തിലേ കാലമാകുന്നൊരാവഴി താരയിൽ സ്നേഹമാകുന്ന നിന്നിലെ വാക്കുകൾ മാറ്റത്തിൻ തിരിനാളം തെളിച്ചതല്ലേ, നിൻ ഹൃദയത്തിൻ തീനാളം പകർന്നതല്ലേ. പ്രഭാതമെന്നാലതിൽ സൂര്യനുള്ളൊരു പങ്കെന്തു കൂട്ടരേ, പ്രദോഷമെന്നാൽ ആനന്ദത്തിൻ സാകല്യം വെളിച്ചമായി നൽകുന്ന ഗുരുവേ വന്ദനം വന്ദനം നിനക്കു വന്ദനം. സാധ്യ കവിതയാണോ ഇത്? താങ്കൾ തന്നെ രചിച്ച കവിതയല്ലേ? ആക്ച്വലി ഞാൻ അക്കാഡമിക് വിദ്യാഭ്യാസം ഉള്ള ഒരാളല്ല. 10ാം ക്ലാസ് SLC ഫെയിൽഡാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ തന്നെ 2-3 ഗുരുക്കന്മാരെ ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഒരു വിദ്യ സമ്പാദിക്കണം, തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ വിദ്യ സമ്പാദിക്കണമെന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിദ്യാർത്ഥിയാണ് താനും. ഇപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുന്നുണ്ട്. ഇതിനെല്ലാം സമയം കിട്ടിക്കൊണ്ട്. അപ്പം എൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പണം ചെലവഴിക്കുന്ന 2 മേഖലയ്ക്കാണ്. ഒന്ന് യാത്രയ്ക്കാണ്, രണ്ടാമത് വിദ്യാഭ്യാസത്തിനാണ്. യാത്ര ഇതുപോലെ ഇപ്പോൾ 8ഓളം കൺട്രീസിൽ ഞാൻ യാത്ര ചെയ്തു. എനിക്ക് പിരമിഡ് കാണണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ പിരമിഡ് കാണാൻ ഞാനും എൻ്റെ വൈഫ് കൂടെ പോയിട്ടുണ്ട്. ആദ്യത്തെ ഉണ്ടാക്കിയ 2 ലക്ഷം രൂപയാണ് ആദ്യത്തെ സമ്പാദ്യം. അതിൻ്റെ കൂടെ ഞാൻ 1 ലക്ഷം രൂപയുടെ കടം മേടിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം യാത്ര പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില നൂതനമായ ഇതുണ്ട് എൻ്റെ കയ്യിൽ. ഒരു പാട്ട് കൂടി പാടി കേൾപ്പിക്കാമോ? ഞാൻ ചെറുതായിട്ട് പാടാം. ഇപ്പം ഇത്രയും ക്ലൗഡ് നിൽക്കുമ്പോൾ ഉണ്ട പ്രശ്നം. അനുരാഗമോലും കിനാവിൽ കിളിപ്പാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ, ഈ മണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ, നിഴലായി നിലാവിൽ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. അപ്പോൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്, കവിയാണ്, ഗായകനാണ്. അതിനിടയിൽ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും താങ്കളുടെ ആ ഒരു പരിശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എത്രയും പെട്ടെന്ന് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത് കോട്ടയം മുണ്ടക്കയം സ്വദേശിയാണ്, നൗഷാദ് വാവച്ചൻ എന്നാണ് പേര്. അദ്ദേഹം മുണ്ടക്കയം ടൗണിൽ ഈ രീതിയിൽ പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കട നടത്തുകയാണ്. പക്ഷേ ആ ഉപജീവന മാർഗത്തിനിടയിൽ എങ്ങനെ ഒരു റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാം എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് 60 ഉഴുന്നുവട വരെ അദ്ദേഹം നിർമ്മിക്കാറുണ്ട്. ഇനി അത് 70ലേക്ക് എത്തിച്ചതിന് ശേഷം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടാനാണ് അദ്ദേഹത്തിൻ്റെ പരിശ്രമം. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു കവിയും ഗായകൻ കൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോട്ടയം മുണ്ടക്കയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.